എപ്പിസോഡ് 2ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ആഴത്തിലുള്ള യാത്ര പോവുകയാണ്. സന്ത് സേവാലാൽ മഹാരാജിന്റെ 22 സേവാ ബോളികളിലൂടെ. ഇവ കേവലം നിയമങ്ങളോ കൽപ്പനകളോ അല്ല, മറിച്ച് പ്രകൃതിയും മനുഷ്യനും സമൂഹവും വ്യക്തിയും എങ്ങനെ പരസ്പരം ഇഴചേർന്ന് കിടക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു സമ്പൂർണ്ണ ധാർമ്മിക വ്യവസ്ഥയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് രൂപപ്പെട്ട ഈ ജീവിത ദർശനം ഇന്നത്തെ ലോകത്തോട് എന്താണ് സംസാരിക്കുന്നതെന്ന് നമുക്കൊരുമിച്ച് അന്വേഷിക്കാം. തീർച്ചയായും ഇതൊരു നിയമസംഹിതയുടെ ഒരു വിശകലനമല്ല. ഓരോ തത്വവും അടുത്തതിലേക്കെങ്ങനെ നയിക്കുന്നു, ഒടുവിൽ അവയെല്ലാം ചേർന്ന് എങ്ങനെ ഒരു ജീവിത രീതിയുടെ ശക്തമായ ചട്ടക്കൂട് നിർമ്മിക്കുന്നുവെന്ന് മനസ്സിലാക്കാനുള്ളൊരു ശ്രമമാണിത്. ഒരു മാലയിലെ മുത്തുകൾ പോലെയാണ്. ഓരോന്നിനും അതിൻ്റേതായ സ്ഥാനവും ഭംഗിയുമുണ്ട്. എന്നാൽ ഒരുമിച്ച് കോർക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ സൗന്ദര്യം നമുക്കും മനസ്സിലാവുന്നത്. ആ മാലയിലെ ആദ്യത്തെ മുത്ത് പ്രകൃതിയാണല്ലേ. വനങ്ങളെ നശിപ്പിക്കരുത്, കാരണം വനങ്ങളെ നശിപ്പിക്കുന്നത് സ്വയം നശിപ്പിക്കുന്നതിന് തുല്യമാണ് എന്ന ആദ്യ തത്വം തന്നെ വളരെ ശക്തമാണ്. ഇത് പരിസ്ഥിതിയെക്കുറിച്ചുള്ളൊരു പ്രസ്താവന എന്നതിലുപരി ഒരു മനുഷ്യന്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന സത്യം പറയുന്നത് പോലെ തോന്നുന്നു. അതെ, ഇവിടെ വനമെന്നത് കേവലം മരങ്ങളുടെ ഒരു കൂട്ടമല്ല. അത് ജീവന്റെ ഉറവിടമാണ്, മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ തന്നെ ഭാഗമാണ്. അതായത് ഒരു ആത്മഹത്യാപരമായ പ്രവൃത്തിയാണ് വനനശീകരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു മരം വെട്ടുമ്പോൾ നിങ്ങളുടെ തന്നെ ഒരു ഭാഗമാണ് മുറിഞ്ഞുപോകുന്നതെന്ന ആഴത്തിലുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് ആ വാക്കുകൾ വരുന്നത്. ആ ബോധ്യത്തിൽ നിന്ന് അടുത്ത തത്വത്തിലേക്ക് എത്തുമ്പോൾ ആ ബന്ധം കൂടുതൽ വ്യക്തിപരമാവുകയാണ്. പ്രകൃതിയുടെ താളത്തിനൊത്ത് ജീവിക്കുക, ഋതുക്കൾക്കും ദിനരാത്രികൾക്കും അനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുക. ഇത് കേൾക്കാൻ വളരെ ലളിതമായി തോന്നാമെങ്കിലും ഇന്നത്തെ നമ്മുടെ ജീവിത രീതിക്ക് ഇത് എത്രത്തോളം വിപരീതമാണ്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. ആധുനിക ജീവിത ശൈലിയുടെയും സുഖസൗകര്യങ്ങളുടെയും പ്രലോഭനങ്ങളിൽ വീഴരുത് എന്ന മുന്നറിയിപ്പ് അദ്ദേഹം അന്ന് നൽകിയത് ഒരു പക്ഷേ വരാനിരിക്കുന്ന ഒരു ലോകത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം. പ്രകൃതിയിൽ നിന്ന് അകന്നതുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന പല ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകളും. അപ്പോൾ ആ താളം വീണ്ടെടുക്കാനുള്ള ഒരു ആഹ്വാനമായി ഇതിനെ കാണാം. പ്രകൃതിയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങളിലൊന്നാണല്ലോ ജലം. ജലത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക, വെള്ളം വിൽക്കുന്നത് ഏറ്റവും വലിയ പാപമാണ്. വെള്ളം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടച്ചരക്കുകളിൽ ഒന്നായി മാറുമ്പോൾ ഈ വാക്കുകൾക്ക് ഒരു പ്രവചനത്തിന്റെ ശക്തിയുണ്ട്. തീർച്ചയായും അതിന് മറ്റൊരു സാമൂഹിക തലം കൂടിയുണ്ടായിരുന്നു. ജാതിയുടെ പേരിൽ പൊതുകിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു കാലത്താണ് അദ്ദേഹം ഇത് പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ വെള്ളം കൊടുക്കുക എന്നത് ഒരു ജീവകാരുണ്യ പ്രവർത്തനം മാത്രമല്ല, അതൊരു സാമൂഹിക വിപ്ലവം കൂടിയാണ്. അതെ, ജീവന്റെ അടിസ്ഥാന ആവശ്യത്തെ ലാഭത്തിനുള്ള ഉപാധിയാക്കുന്നത് മനുഷ്യത്വത്തിനെതിരായ പാപമാണെന്നൊരു പ്രഖ്യാപനമായിരുന്നു അത്. ഈ സംരക്ഷണത്തിന്റെ തത്വങ്ങളിൽ നിന്ന് അടുത്തത് ഒരു നിർമ്മാണാത്മകമായ കടമയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക. ഇത് കേവലം ഒരു പാരിസ്ഥിതിക പ്രവർത്തനം എന്നതിലുപരി ഒരുതരം ആരാധനയായിരുന്നില്ലേ ബഞ്ചാര സമൂഹത്തിൽ? ദേവ്റായ് അഥവാ വിശുദ്ധ വനങ്ങൾ എന്ന ആ സങ്കല്പത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഓരോ തണ്ടയുടെയും, അതായത് ഓരോ ഊരിന്റെയും അരികിൽ ഒരു വിശുദ്ധ വനം അവർ സംരക്ഷിച്ചിരുന്നു. അത് അവരുടെ ദൈവങ്ങളുടെ വാസസ്ഥലമായാണ് കണക്കാക്കിയിരുന്നത്. അവിടെ നിന്ന് ഒരു ഉണങ്ങിയ കമ്പ് പോലും എടുക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ മരം നടുക എന്നത് പ്രകൃതിക്ക് തിരികെ നൽകുന്ന ഒരു പുണ്യകർമ്മമാണ്. എടുത്തതിനേക്കാൾ കൂടുതൽ തിരികെ നൽകുക എന്ന ഒരു വലിയ തത്വമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. പ്രകൃതിയിൽ ഇത്രയധികം ഐക്യം കാണുന്നൊരു ദർശനം മനുഷ്യർക്കിടയിൽ എങ്ങനെയാണ് ഐക്യത്തെ കണ്ടതെന്നറിയാൻ എനിക്ക് കൗതുകമുണ്ട്. 5ാമത്തെ തത്വം ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. എല്ലാ മനുഷ്യരും തുല്യരാണ്, ആരോടും ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല. ഇത് ജാതിവ്യവസ്ഥയുടെ അടിവേരറുക്കുന്ന ഒരു പ്രഖ്യാപനമല്ലേ? അതെ, ഒരു സംശയവുമില്ല. ജാതി, മതം, ലിംഗം, സാമ്പത്തികം എന്നിങ്ങനെ മനുഷ്യനെ വിഭജിക്കുന്ന എല്ലാ മതിലുകളെയും അദ്ദേഹം തകർത്തെറിഞ്ഞു. ഒരു വ്യക്തിയുടെ വില നിശ്ചയിക്കുന്നത് അവരുടെ ജനനമല്ല, അവരുടെ കർമ്മമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. 18ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ ഇതെത്രമാത്രം വിപ്ലവകരമായൊരു നിലപാടായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. ബാഹ്യമായ തുല്യത ഉറപ്പാക്കിയ ശേഷം അദ്ദേഹം വ്യക്തിയുടെ ആന്തരികമായ കരുത്തിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത്. ആത്മാഭിമാനത്തോടെ ജീവിക്കുക,
സ്വാഭിമാൻ എന്ന വാക്ക് കേവലം അഹങ്കാരമല്ല, മറിച്ച് ആരുടെയും മുന്നിൽ തലകുനിക്കാതെ സ്വന്തം കഴിവിലും സംസ്കാരത്തിലും അഭിമാനിച്ച് ജീവിക്കാനുള്ള ഒരു ആഹ്വാനമാണ്. എന്താണ് ഒരു ഗോറാവുക, കോറാകരുത് എന്നതുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കിയത്? വളരെ മനോഹരമായൊരു പ്രയോഗമാണത്. ഗോൾ എന്നാൽ ബെഞ്ചാര സമൂഹത്തിലെ ഒരു വ്യക്തി, അതായത് സ്വന്തം സ്വത്വത്തിൽ അഭിമാനിക്കുന്നവൻ. കോർ എന്നാൽ കാഴ്ചയില്ലാത്തവൻ, അതായത് അന്ധമായി മറ്റുള്ളവരെ അനുകരിക്കുന്നവൻ. സ്വന്തം വേരുകളെ മറന്ന് മറ്റൊരാളാകാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ സ്വത്വം നിങ്ങളുടെ ശക്തിയാണ്. അത് തിരിച്ചറിഞ്ഞ് തലയുയർത്തി പിടിച്ചു ജീവിക്കൂ. അതൊരു മാനസിക വിമോചനത്തിനുള്ള ആഹ്വാനമായിരുന്നു. ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം ഒരുപക്ഷെ സത്യസന്ധതയായിരിക്കും. സത് ബോലി അഥവാ സത്യമായ വാക്ക് എന്ന അടുത്ത തത്വം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കള്ളം പറയാതിരിക്കുക എന്നതിലുപരി ഇതിന് മറ്റു മാനങ്ങളുണ്ടോ? ഉണ്ട്. സദ്ബോലി എന്നാൽ സത്യം സംസാരിക്കുക എന്ന് മാത്രമല്ല, കൊടുത്ത വാക്ക് പാലിക്കുക, ഇടപാടുകളിൽ കൃത്യതയും സത്യസന്ധതയും പുലർത്തുക, ചിന്തയും വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കുക എന്നെല്ലാം അർത്ഥമുണ്ട്. സത്യമായ വാക്കുകൾക്ക് ഒരു ദൈവിക ശക്തിയുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. നിങ്ങളുടെ വാക്കിന് വിലയുണ്ടാവണം. അതാണ് ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണം. വാക്കുകളിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അടുത്ത തത്വം മറ്റുള്ളവരെ ഒരു തരത്തിലും ഉപദ്രവിക്കരുത് എന്നതാണ്. ശാരീരികമായ അക്രമം മാത്രമല്ല, വാക്കുകൾ കൊണ്ടുള്ള ഉപദ്രവവും പരദൂഷണവും അദ്ദേഹം വിലക്കിയിരുന്നു. പരദൂഷണത്തെ ഒരു സാമൂഹിക വിഷമായി അദ്ദേഹം കണ്ടു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കൃത്യമായി. ഒരു സമൂഹത്തെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കാൻ പരദൂഷണത്തോളം ശക്തിയുള്ള മറ്റൊന്നുമില്ല. അത് വിശ്വാസത്തെ തകർക്കും, ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കും, ഐക്യമില്ലാതാക്കും. അതുകൊണ്ടാണ് ശാരീരിക അക്രമം പോലെ തന്നെ വാക്കാലുള്ള അക്രമത്തെയും അദ്ദേഹം എതിർത്തത്. അഹിംസ എന്നത് ശരീരത്തിൽ ഒതുങ്ങുന്നില്ല, അത് മനസ്സിലും വാക്കിലും ഒരുപോലെ ആവശ്യമാണ്. സാമ്പത്തികമായ അന്തസ്സിനും അദ്ദേഹം വലിയ പ്രാധാന്യം നൽകിയിരുന്നതായി കാണുന്നു. യാചനയല്ല, വ്യാപാരമാണ് വേണ്ടത് എന്ന തത്വം ഒരു തൊഴിൽപരമായ ഉപദേശം എന്നതിലുപരി ഒരു സാമൂഹിക നിലപാട് കൂടിയല്ലേ? തീർച്ചയായും. യാചന ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തെയാണ് ഇല്ലാതാക്കുന്നത്. കഠിനാധ്വാനം ചെയ്ത് സത്യസന്ധമായി വ്യാപാരം നടത്തി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം മാത്രമല്ല, അന്തസ്സും ലഭിക്കുന്നു. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള ഒരു സമൂഹത്തെയായിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ടത്. ഈ സാമൂഹിക നിയമങ്ങളുടെ എല്ലാം മകുടമായിട്ടാണ് സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് നിലകൊള്ളുന്നത്. സ്ത്രീകൾ ജീവിക്കുന്ന ദേവതകളാണ്. അവരെ ബഹുമാനിക്കുക, സംരക്ഷിക്കുക. 18ാം നൂറ്റാണ്ടിലെ സാമൂഹിക സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ആശയം എങ്ങനെയാണ് സ്വീകരിക്കപ്പെട്ടത്? ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ ഇത് എന്ത് സ്വാധീനമാണ് ചെലുത്തിയിട്ടുണ്ടാവുക? ഇതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ ഏറ്റവും വിപ്ലവകരമായ തത്വങ്ങളിലൊന്നായിരുന്നു. മനുസ്മൃതി പോലുള്ള ഗ്രന്ഥങ്ങൾ സ്ത്രീക്ക് ഒരു സംരക്ഷകൻ എപ്പോഴും വേണമെന്ന് പറഞ്ഞപ്പോൾ സേവാലാൽ സ്ത്രീക്ക് ദൈവീകമായ ഒരു സ്ഥാനം നൽകി. അവൾ സംരക്ഷിക്കപ്പെടേണ്ടവൾ മാത്രമല്ല, ആരാധിക്കപ്പെടേണ്ടവളും ബഹുമാനിക്കപ്പെടേണ്ടവളുമാണ്. ഇത് ബെഞ്ചാര സമൂഹത്തിലെ സ്ത്രീകളുടെ പദവിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. അവർക്ക് ആത്മീയ കാര്യങ്ങളിലും സാമൂഹിക തീരുമാനങ്ങളിലും തുല്യമായ ഇടം ലഭിക്കാൻ ഈ ഒരു കാഴ്ചപ്പാട് കാരണമായി. വ്യക്തിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഇനി കുടുംബ ബന്ധങ്ങളിലേക്ക് വരാം. വിശക്കുന്നവന് ഭക്ഷണം നൽകുക, ആവശ്യമുള്ളവരെ സഹായിക്കുക, ഇത് കേവലം ഒരു ദാനധർമ്മമല്ല, ഒരു സാമൂഹിക ഉത്തരവാദിത്തമാണെന്ന് തോന്നുന്നു. അതെ, ഒരു സമൂഹത്തിലെ ഒരംഗം പട്ടിണി കിടക്കുമ്പോൾ മറ്റുള്ളവർക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല എന്ന ബോധ്യമാണത്. നിങ്ങളുടെ അയൽക്കാരന്റെ വിശപ്പ് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. പരസ്പരം താങ്ങും തണലുമാകുന്ന ഒരു സമൂഹത്തെയാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. ആ ഉത്തരവാദിത്വത്തിന്റെ വലയം പിന്നീട് വികസിക്കുന്നത് കാണാം. മുതിർന്നവരെ ബഹുമാനിക്കുക, യുവാക്കളെ സ്നേഹിക്കുക, മൃഗങ്ങളോട് ആദരവ് കാണിക്കുക. ഇത് തലമുറകൾ തമ്മിലുള്ള ബന്ധത്തെയും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെയും ഒരുപോലെ ബലപ്പെടുത്തുന്നു. ശരിയാണ്. മുതിർന്നവരുടെ അനുഭവജ്ഞാനത്തെയും യുവാക്കളുടെ ഊർജത്തെയും ഒരുപോലെ വിലമതിക്കുന്ന ഒരു സമൂഹത്തിനെ വളരാൻ കഴിയൂ. അതോടൊപ്പം മൃഗങ്ങളെ കേവലം ഉപയോഗത്തിനുള്ള വസ്തുക്കളായി കാണാതെ സഹജീവികളായി പരിഗണിക്കാനുള്ള ഒരു വലിയ പാഠവും ഇതിലുണ്ട്. ഇത് മുൻപ് പറഞ്ഞ പ്രകൃതിയോടുള്ള ബഹുമാനത്തിന്റെ തുടർച്ചയാണ്. അടുത്ത തത്വം കുടുംബത്തിന്റെ കെട്ടുറപ്പിനെക്കുറിച്ചാണ്. അവിഹിത ബന്ധങ്ങൾ ഒഴിവാക്കുക.
ഇതിനെ വ്യക്തികളുടെ ലൈംഗികതയെ നിയന്ത്രിക്കുന്ന ഒരു നിയമമായി കാണുന്നതിന് പകരം കുടുംബത്തിന്റെ സാമൂഹികവും വൈകാരികവുമായ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു മാർഗമായി കാണാൻ കഴിയുമോ? ത്തെ തകർക്കും. അത് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ മാത്രമല്ല, കുട്ടികളുടെ മാനസികാരോഗ്യത്തെയും ഭാവിയെയും വരെ ബാധിക്കും. ശക്തമായ കുടുംബങ്ങളാണ് ശക്തമായ സമൂഹത്തിന്റെ അടിത്തറ. ആ അടിത്തറ ഉറപ്പിച്ചു നിർത്താനാണ് ഈ തത്വം സഹായിക്കുന്നത്. ഈ തത്വങ്ങളെല്ലാം ഒത്തുചേരുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കുക, കുടുംബത്തെയും സമൂഹത്തെയും പരിപാലിക്കുക, സമുദായത്തിലെ സാഹോദര്യം ഒരിക്കലും തകർക്കാതിരിക്കുക എന്ന സമഗ്രമായ ആശയത്തിലാണ്. ഭിന്നിച്ചാൽ നാം വീഴും, ഒന്നിച്ചാൽ നാം ജയിക്കും എന്ന ആശയം വീണ്ടും വരുന്നു. അതെ, കാരണം ഒരു നാടോടി സമൂഹമെന്ന നിലയിൽ ബഞ്ചാരകളുടെ നിലനിൽപ്പിന്റെ തന്നെ ആധാരശീലയായിരുന്നു ഐക്യം. പുറത്തുനിന്നുള്ള ഭീഷണികളെ നേരിടാനും ദുർഘടമായ സാഹചര്യങ്ങളെ അതിജീവിക്കാനും അവർക്ക് ഒരുമിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും സംരക്ഷിക്കുക എന്നത് ഒരു ധാർമ്മിക കടമ മാത്രമല്ല, അതിജീവനത്തിന്റെ തന്ത്രം കൂടിയായിരുന്നു. സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഇനി വ്യക്തിയുടെ ആന്തരിക ലോകത്തേക്ക് കടക്കാം. ഭയമില്ലാതെ ഉത്കണ്ഠയില്ലാതെ ജീവിക്കാനുള്ള ആഹ്വാനമാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഇന്നത്തെ ഉത്കണ്ഠയുടെയും സമ്മർദ്ദത്തിന്റെയും ലോകത്ത് ജീവിക്കുന്ന നിങ്ങൾക്ക് ഈ ഉപദേശം എത്രത്തോളം പ്രസക്തമായി തോന്നുന്നു? ഒരുപക്ഷേ ഇന്നത്തെ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഉപദേശങ്ങളിൽ ഒന്നാണിത്. നമ്മുടെ ഭൂരിഭാഗം ഭയങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്നും ഭൂതകാലത്തെക്കുറിച്ചുള്ള ഖേദങ്ങളിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധൈര്യത്തോടെ ജീവിക്കാനുള്ള ഈ ആഹ്വാനം ഒരു വലിയ മാനസികാരോഗ്യ പാഠമാണ്. ആ ആന്തരിക സമാധാനത്തിനുള്ള മാർഗങ്ങളും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്. ധ്യാനത്തിലൂടെ ശാന്തി നേടുക, പഠനത്തിലൂടെ അറിവ് നേടുക. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തോടെ വിദ്യാഭ്യാസത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകാൻ പറഞ്ഞത് അക്കാലത്തൊരു ശക്തമായ രാഷ്ട്രീയ നിലപാട് കൂടിയായിരുന്നില്ലേ? അറിവാണ് ഏറ്റവും വലിയ ആയുധമെന്നും ചൂഷണത്തിൽ നിന്നും അടിച്ചമർത്തലിൽ നിന്നുമുള്ള മോചനത്തിനുള്ള വഴി വിദ്യാഭ്യാസമാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ധ്യാനം ആന്തരികമായ കരുത്തു നൽകുമ്പോൾ വിദ്യാഭ്യാസം ബാഹ്യലോകത്ത് നേരിടാനുള്ള കരുത്തു നൽകുന്നു. ഈ രണ്ടും ചേരുമ്പോഴാണ് ഒരു വ്യക്തി പൂർണ്ണനാകുന്നത്. അറിവ് നേടുന്നതിനും ഒരു രീതിയുണ്ട്. ആദ്യം അറിയുക, പിന്നെ വിശകലനം ചെയ്യുക, അതിനുശേഷം മാത്രം അംഗീകരിക്കുക. ഇത് കേൾക്കുമ്പോൾ ഇന്നത്തെ ഫേക്ക് ന്യൂസ് കാലഘട്ടത്തെ ഓർമ്മ വരുന്നു. അന്ധമായി ഒന്നിനെയും വിശ്വസിക്കരുതേ എന്നല്ലേ അദ്ദേഹം പറയുന്നത്? അതെ, ഇത് വിമർശനാത്മക ചിന്തയുടെ, അതായത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ അടിസ്ഥാന തത്വമാണ്. കേട്ടറിവുകളെയും അന്ധവിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള ഒരു ആയുധമാണിത്. സ്വന്തം ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ഒന്നിനെ മനസ്സിലാക്കുക. അറിവെന്നത് കേവലം വിവരങ്ങൾ ശേഖരിച്ചലല്ല, അത് സത്യത്തെ കണ്ടെത്താനുള്ള ഒരു പ്രക്രിയയാണ്. ഈ ഒരു ആശയം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ആന്തരിക വളർച്ചയിലെ ഏറ്റവും വലിയ തടസ്സങ്ങളിലൊന്നായ അത്യാഗ്രഹത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഭൗതിക സുഖങ്ങളോടുള്ള ആസക്തി വെടിഞ്ഞ് മനുഷ്യത്വത്തെ സ്നേഹിക്കുക. പണത്തിനല്ല, മനുഷ്യബന്ധങ്ങൾക്കാണ് വില കൽപ്പിക്കേണ്ടത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. നമ്മുടെ സന്തോഷം പുറമേയുള്ള വസ്തുക്കളിലാണെന്ന് നാം പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ യഥാർത്ഥ സന്തോഷം ഉള്ളിലാണ്. അത് സ്നേഹബന്ധങ്ങളിലൂടെയും സഹാനുഭൂതിയിലൂടെയുമാണ് വളരുന്നത്. അത്യാഗ്രഹം ഒരു അവസാനമില്ലാത്ത ദാഹമാണ്. ആ മരീചികയ്ക്ക് പിന്നാലെ പോകാതെ മനുഷ്യത്വമെന്ന നീരുറവ കണ്ടെത്താനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. വ്യക്തിയുടെ മാനസികാരോഗ്യത്തിൽ നിന്ന് ശാരീരികാരോഗ്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് വളരെ കർശനമാണ്. ലഹരി വസ്തുക്കൾ, പ്രത്യേകിച്ചും മദ്യം, പൂർണ്ണമായും ഒഴിവാക്കുക. ഇതിന് പിന്നിൽ സാമൂഹികമായ കാരണങ്ങളുണ്ടായിരുന്നോ? യശയായും മദ്യം ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു കുടുംബത്തെയും സമൂഹത്തെയും ഒന്നാകെ നശിപ്പിക്കുന്നത് അദ്ദേഹം നേരിട്ട് കണ്ടിരുന്നു. അത് ദാരിദ്ര്യത്തിനും ഗാർഹിക പീഡനത്തിനും സാമൂഹിക തകർച്ചയ്ക്കും കാരണമാകുന്നു. ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് ആരോഗ്യകരമായ വ്യക്തികൾ വേണം. ലഹരിയുടെ ഉപയോഗം ആ അടിത്തറയെയാണ് തകർക്കുന്നത്. ആരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചയിലെ മൃഗങ്ങളോടുള്ള സമീപനവും കടന്നുവരുന്നു. മൃഗങ്ങളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന തത്വം മൃഗബലി നിരോധിക്കുന്നതിലേക്ക് നയിച്ചു. എന്തായിരുന്നു ഇതിനു പിന്നിലെ ദാർശനികമായ കാഴ്ചപ്പാട്? ദൈവം കരുണാമയിയാണ്, രക്തദാഹിയല്ല എന്ന ലളിതവും എന്നാൽ ശക്തവുമായ ഒരു സത്യമായിരുന്നു അതിന്റെ അടിസ്ഥാനം.
നിരപരാധികളായ മൃഗങ്ങളെ ബലി നൽകുന്നതിലൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ കഴിയില്ല. നിങ്ങൾ ബലി അർപ്പിക്കേണ്ടത് സ്വന്തം അഹംഭാവത്തെയും ദുർഗുണങ്ങളെയുമാണ്. ഇത് അഹിംസ എന്ന തത്വത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രകടനമായിരുന്നു. ഈ യാത്രയുടെ അവസാനത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യങ്ങളിലാണ് അവസാനത്തെ തത്വങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്വന്തം ഭാഷയായ ഗോർ ബോലി, സംസ്കാരം, വസ്ത്രധാരണം, ആചാരങ്ങൾ എന്നിവയെ സംരക്ഷിക്കുക. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയധികം പ്രാധാന്യം നൽകിയത്? കാരണം ഭാഷയും സംസ്കാരവുമാണ് ഒരു ജനതയുടെ ആത്മാവ്. അത് നഷ്ടപ്പെട്ടാൽ അവർക്ക് അവരുടെ സ്വത്വം തന്നെ നഷ്ടപ്പെടും. നൂറ്റാണ്ടുകളായി തങ്ങൾ ആർജിച്ച അറിവും കഥകളും ജീവിത രീതികളും അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള ഉപാധികളാണിവ. ഈ വേരുകൾ സംരക്ഷിച്ചാൽ മാത്രമേ ആ മരത്തിനു വളരാൻ കഴിയൂ. ഈ 21 തത്വങ്ങളെയും ഒരുമിച്ച് നിർത്തുന്ന എല്ലാത്തിൻ്റെയും പൂർത്തീകരണമായ അവസാന തത്വമാണ് ഐക്യത്തെക്കുറിച്ചുള്ളത്. ഐക്യമാണ് ശക്തി. ഭിന്നിച്ചാൽ നാം വീഴും, ഒന്നിച്ചാൽ നാം ജയിക്കും. ഈ ആശയം പലതവണ ആവർത്തിക്കുന്നതിൻ്റെ പ്രാധാന്യമെന്താണ്? കാരണം ഇതാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഒരു വ്യക്തി എത്ര സത്യസന്ധനോ ധൈര്യശാലിയോ അറിവുള്ളവനോ ആയിരുന്നിട്ടും കാര്യമില്ല. സമൂഹം ഒന്നായി നിന്നില്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടും. ആഭ്യന്തര കലഹങ്ങൾ ഒരു സമൂഹത്തെ എങ്ങനെ ദുർബലമാക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിനാൽ ഐക്യം എന്നത് കേവലം ഒരു പ്രായോഗിക തന്ത്രമല്ല, അതൊരു ആത്മീയ കടമയാണ്. ആ ഐക്യമാണ് ഈ 22 തത്വങ്ങളെയും ഒരുമിച്ച് നിർത്തുന്ന ചരട്. ഈ 22 സേവാബോലികളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് വെവ്വേറെ നിൽക്കുന്ന നിയമങ്ങളല്ല, മറിച്ച് ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സമഗ്രമായ ധാർമ്മിക ചട്ടക്കൂടാണെന്ന് വ്യക്തമാണ്. പരിസ്ഥിതി സംരക്ഷണം സാമൂഹിക ഐക്യത്തെയും വ്യക്തിപരമായ സത്യസന്ധത സമൂഹത്തിന്റെ വിശ്വാസത്തെയും ആശ്രയിച്ചിരിക്കുന്നു. എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതെ, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഈ തത്വങ്ങൾ എത്രത്തോളം പ്രവചനാത്മകവും പ്രസക്തവുമാണെന്ന് നമ്മൾ കണ്ടു. പരിസ്ഥിതി പ്രതിസന്ധി, സാമൂഹിക അനീതി, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, സാംസ്കാരിക തകർച്ച എന്നിവയെല്ലാം നേരിടുന്ന ആധുനിക ലോകത്തിന് ഈ പുരാതന ജ്ഞാനം ഒരു വഴികാട്ടിയാണ്. സന്ത് സേവാലാലിന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരം അദ്ദേഹത്തെ ആരാധിക്കുക എന്നതിലുപരി ഈ തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നതാണ് എന്ന് തോന്നുന്നു. അദ്ദേഹം പഠിപ്പിച്ചതുപോലെ മോചനം സത്യത്തിലാണ്. ഈ 22 തത്വങ്ങൾ അതിലേക്കുള്ള വഴികളാണ്. ഒരുപക്ഷെ നമ്മൾ സ്വയം ചോദിക്കേണ്ട അവസാന ചോദ്യം ഇതായിരിക്കാം: ഈ 22 വഴികളിൽ ഏത് വഴിയിലൂടെയാണ് നിങ്ങൾ ഇന്ന് നടക്കാൻ തുടങ്ങുക?